തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇനി പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. ഇന്ന് ചുമതലയേൽക്കുന്നത് 20,000-ഓളം ജനപ്രതിനിധികളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അയ്യപ്പന്റെയും പത്മനാഭസ്വാമിയുടെയും നാമത്തിൽ BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്കിടെ സ്വാമിയെ ശരണമയ്യപ്പ വിളിയുമായി കുന്നുകുഴി വാർഡിലെ UDF കൗൺസിലർ രംഗത്തെത്തി. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, എങ്ങനെയാണ് കേരളം ആകെയുള്ള ഈ സത്യപ്രതിജ്ഞ? ഒരുപാട് ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എല്ലായിടത്തുമായി. എങ്ങനെയാണത് തുടരുന്നത്? എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. തിരുവനന്തപുരത്തെ പ്രത്യേക സ്ഥിതി എന്താണ്? ബിനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ 85 വാർഡ് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി 15 വാർഡുകളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് വഞ്ചൂരിലെ വാർഡ് മെമ്പറായിട്ടുള്ള വഞ്ചൂർ P. ബാബുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് പൂർത്തീകരിച്ചത്. നേരത്തെ ആര്യ രാജേന്ദ്രൻ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മുൻ വാർഡ് മെമ്പർ ഗായത്രി ബാബുവിന്റെ അച്ഛനാണ് വഞ്ചൂർ P. ബാബു. ഇതിനുശേഷം ഈ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം നന്ദങ്കോട് വാർഡ് കൗൺസിലറായിട്ടുള്ള KR ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ ചേരും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി പേർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ശ്രീ പത്മനാഭന്റെ പേരിലും ഗണപതി ഭഗവാന്റെ പേരിലും ഒപ്പം തന്നെ ശരണം വിളിച്ചുമൊക്കെയാണ് വാർഡ് കൗൺസിലർമാർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനമായും എറണാകുളം കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുള്ള അനുമോദന ചടങ്ങിൽ 2020 അംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDFന്റെ മുൻ മെമ്പറായിട്ടുള്ള KK മൊയ്തീൻ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള നടപടി 2020 അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ല പരിശോധിക്കുകയാണെങ്കിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പയ്യന്നൂർ നഗരസഭയിലെ LDF കൗൺസിലർ VK നിഷാദ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. ഒപ്പം വധശ്രമ കേസിൽ ശിക്ഷ ലഭിച്ച തലശ്ശേരി നഗരസഭ BJP അംഗം U. പ്രശാന്തും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. കൊച്ചി കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ച് ഭരണസമിതി യോഗത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. തൃശൂർ കോർപ്പറേഷനിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഭരണസമിതി യോഗത്തിലേക്ക് കടന്നിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 1191 തദ്ദേശ സ്ഥാപനങ്ങളിലായി 20,000-ഓളം അംഗങ്ങളാണ് ഇതിനോടകം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ശരി, നന്ദി. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.